ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ധാരാളം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാറുണ്ട്. അവർക്ക് നല്ല ബുദ്ധി വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അവരുടെ ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ വേണ്ടി നമ്മൾ നല്ല ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ എന്തൊക്കെ കൊടുത്തിട്ടും നമുക്കൊരു ഫിസിക്കൽ ഹെൽത്ത് നല്ലതായിരുന്നാലും ഒരു കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് നല്ലതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് അവരുടെ സ്റ്റഡീസിനെ ബാധിക്കും, അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കും, ഓവറോൾ എല്ലാത്തിനെയും അത് ബാധിക്കും. അപ്പോൾ നമ്മൾക്ക് അവരുടെ മെൻ്റൽ ഹെൽത്ത് നല്ലതാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റായിട്ട് കുട്ടികൾ 7 to 8 hours എങ്കിലും ഉറങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾ രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക. അത് ഉറക്കം തടസ്സം എന്താണ് റീസൺ എന്ന് കണ്ടെത്തുക. ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ സ്ക്രീൻ ടൈമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റൽ ഡിപ്രഷനാണോ, അല്ലെങ്കിൽ ഓവർ സ്ട്രെസ്സാണോ, നമ്മളുടെ പഠിത്തത്തിൻ്റെ ഓവർ സ്ട്രെസ് കൊണ്ടാണോ, എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിച്ച് കുട്ടികൾ ദിവസവും 7 to 8 മണിക്കൂർ ഉറങ്ങണം. ഉറങ്ങിയാൽ മാത്രമേ അവരുടെ മെൻ്റൽ ഹെൽത്ത് വളരെ നല്ലതാവുകയുള്ളൂ. അപ്പോൾ രക്ഷിതാക്കൾ അത് ഒന്ന് ഉറപ്പ് വരുത്തുക. എന്താണോ അതിൻ്റെ കോഴ്സ് തന്നെ മാറ്റിയിട്ട് കുട്ടികൾക്ക് 8 മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ ടൈം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം എല്ലാം ജനിച്ച് വീഴുന്ന കുട്ടികൾ, ഒരു 1-1.5 വയസ്സുള്ള കുട്ടി തൊട്ട് അങ്ങ് അറ്റം വരെയുള്ള വലിയ ടീനേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് സഹിതം എല്ലാവരും മൊബൈലിലാണ്. ഒരു വീട്ടിൽ വന്ന് നോക്കുവാണെങ്കിൽ കുട്ടികൾ മൊബൈലിലായിരിക്കും, പാരൻസ് മൊബൈലിലായിരിക്കും, ഗ്രാൻഡ് പാരൻസ് മൊബൈലിലായിരിക്കും, എല്ലാവരും മൊബൈലിലായിരിക്കും അല്ലേ. നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുകയാണ്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര പേരാണ് മൊബൈൽ ഇല്ലാതിരിക്കുന്നത്. എല്ലാവരും മൊബൈലിലാണല്ലേ സ്ക്രീൻ ടൈം. അപ്പം നമുക്കത് സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം സ്ക്രീൻ ടൈം കൊടുക്കുക എന്നുള്ളതാണ്. സ്ക്രീൻ ടൈം, അതായത് ഇത്ര സമയം മാത്രമേ നിങ്ങൾ സ്ക്രീൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ, ഒരു ദിവസം ഇത്ര മണിക്കൂർ എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്ക്രീൻ ടൈമിന് റെസ്ട്രിക്ഷൻ വയ്ക്കുക എന്നുള്ളതാണ്. ഈ സ്ക്രീൻ ടൈമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ കാണുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടതാണോ എന്നുള്ള കാര്യങ്ങൾ പാരൻസ് ഉറപ്പ് വരുത്തുക. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് നോക്കുവാണെങ്കിൽ മിക്കവാറും ഒരു 6:30 to 10 മിക്കവാറും സീരിയൽസ്, ബിഗ് ബോസ് ഇതുപോലുള്ള TV ഷോസാണ് നടക്കുന്നത് അല്ലേ. ഇപ്പോൾ സീരിയലിൽ നിന്നൊക്കെ കുട്ടികൾ, മാതാപിതാക്കൾ കാണുന്നതിനൊപ്പം തന്നെ കുട്ടികളും വന്നിരുന്ന് കാണുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുട്ടികൾക്ക് എന്താണ് ബെനഫിറ്റ് ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു സീരിയൽ കാണുമ്പോൾ അത് എന്തൊക്കെയാണ് അതിൽ വരുന്നത്, അത് നമ്മൾ കുട്ടികൾ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ അതിനൊക്കെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സമയത്ത് അവരെ വേറൊരു മുറിയിൽ പഠിക്കാനായിട്ട് അനുവദിക്കുക. ഇവരൊരിക്കലും ഈ സീരിയൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ കൂടെ ഇരുത്തി കാണിക്കരുത്. മുതിർന്നവരും അത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, കാണണ്ടേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ കുട്ടികളെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം അവരുടെ തലയിലേക്ക് കയറുന്നത് ഇത്തരം കാര്യങ്ങളായിരിക്കാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കാണുന്നതും വിഷ്വൽ ആയിട്ട് അവർ കാണുകയാണ്. അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിലേക്ക് കയറും. അത് നമ്മുടെ കുട്ടികൾക്കത് ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പം നിങ്ങളതൊന്ന് നമ്മളുടെ ഒപ്പം വരുന്ന TV സീരിയൽസ് കാണുന്ന കുട്ടികളാണെങ്കിൽ അതൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഡെയിലി ഒരു 20 to half an hour ഫിസിക്കലി എക്സസൈസ് ചെയ്യാൻ പറയുക. വലിയവർ ചെയ്യുന്നത് പോലെ തന്നെ കുട്ടികൾക്കും ഫിസിക്കൽ എക്സസൈസ് മസ്റ്റായിട്ടും കൊടുക്കുക. അത് ഓരോ പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡ്യൂറേഷൻ നിശ്ചയിക്കാവുന്നതാണ്. മസ്റ്റായിട്ടും എല്ലാ കുട്ടികളും എക്സസൈസ് ഡെയിലി ചെയ്തിരിക്കണം. എക്സസൈസ് ചെയ്യുന്നത് വഴി നമുക്ക് മെൻ്റലി നല്ലൊരു ഹെൽത്തിനും അതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഡെയിലി എക്സസൈസ് ചെയ്യാനായിട്ട് കുട്ടികളെ എൻകറേജ് ചെയ്യുക. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല കുട്ടികൾക്ക് ആവശ്യമുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് പാരൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. അതായത് കുട്ടികൾ ഡിപ്രഷനിലേക്ക് പോവുക, കുട്ടികൾക്ക് മെൻ്റൽ ഹെൽത്ത് വളരെ ലോ ആവുക, വളരെ ലോ ഇതിലേക്ക് പോവുക, ഡിപ്രഷനിലേക്കൊക്കെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് കുട്ടികളെ റെസ്ട്രിക്റ്റ് ചെയ്യരുത്.
നമ്മൾ തെറ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നോ നോ, നീ അത് ചെയ്യരുത്, അത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ ഇറങ്ങരുത്, ഇവിടെ പോകരുത്, മണ്ണിൽ കളിക്കരുത്, കുട്ടികൾ കേൾക്കുന്നത് എല്ലാം നോ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അവർക്കൊരു കോൺഫിഡൻറ്റ് ഇല്ലാതായിപ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, എനിക്കത് ചെയ്യാൻ പറ്റുമോ, അവർക്ക് തന്നെ ഒരു മെൻ്റലി അതൊരു ഡൗൺ ആക്കും. അതുകൊണ്ട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുക, പക്ഷേ ഓവർ റെസ്ട്രിക്ഷൻസ് കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ പാരൻസുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. കുട്ടികൾക്കൊരു വിഷമം വന്നാൽ, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു സന്തോഷം വന്നാൽ, കുട്ടികൾക്കൊരു പ്രശ്നം വന്നാൽ അത് കുട്ടികൾ തീർച്ചയായിട്ടും പാരൻസിനോട്ട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷത്തെ അങ്ങനെ ആക്കി മാറ്റുക. നമ്മളത് ചെറുതിലേ ശീലിപ്പിക്കുക. നമ്മളൊരു സ്കൂൾ വിട്ട് വന്നാൽ സ്കൂളിലെ കാര്യങ്ങൾ അന്വേഷിക്കുക. അവരുടെ എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഫ്രണ്ടായിക്കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യണം, നല്ലത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഉണ്ടായാലും നമ്മുടെ പാരൻസ് കൂടെ ഉണ്ടെന്നൊരു ധൈര്യം, ഒരു ട്രസ്റ്റ് കുട്ടികൾക്ക് ഉണ്ടായാൽ തന്നെ അവർക്ക് ഭയങ്കര ഈ ഡിപ്രഷൻ പോലത്തെ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായാൽ എനിക്കെൻ്റെ പാരൻസ് ഉണ്ട് എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലെപ്പോഴും ഉണ്ടാവും. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ ചെറുതിലേ മുതലേ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ ചെറുതിലേ മുതൽ തന്നെ വിജയവും പരാജയവും ഈക്വലായിട്ട് എന്താണുള്ളത് അത് ഫേസ് ചെയ്യാനായിട്ട് മാതാപിതാക്കൾ പഠിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് 50-ൽ 49 കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 48 കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യൂത്ത് ഫെസ്റ്റിവലിന് പോയി ഒരു പ്രൈസ് കിട്ടാതെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര സ്ട്രെസ്ഡാണ്, അവർ ഭയങ്കര ടെൻഷനിലേക്ക് പോവുകയാണ്, അവർ മാനസികമായിട്ടും ഭയങ്കര ഡൗൺ ആവുകയാണ്. ഇപ്പോൾ അതങ്ങനെയാണ്. ഒരു മാർക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ലോ. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വിജയവും പരാജയവും നമ്മുടെ ലൈഫിലൊരു ഇതാണ്. അത് രണ്ടും നമ്മൾ ഫേസ് ചെയ്യാൻ പഠിക്കണം അല്ലേ. ഇപ്പം നമുക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആവാതെ സ്ട്രെസ്ഡ് ആവാതെ അടുത്തുള്ള ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് മാർക്ക് എടുക്കാൻ പഠിക്കണം. അതല്ല, നമ്മൾ പരീക്ഷയിലെ മാർക്ക് മാത്രമല്ല നമ്മളുടെ ക്യാരക്ടറും മോൾഡപ്പ് ചെയ്യുന്നതിനൊക്കെ കാര്യമുണ്ടെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷന് പോയി അവർക്ക് പ്രൈസ് കിട്ടിയില്ല, ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ മക്കളിൽ അവർക്ക് പ്രൈസ് കിട്ടിയാലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കും. എന്നാൽ ഒരു പ്രൈസും എടുക്കാതെ വന്നിരുന്നാലും ഞാൻ ട്രീറ്റ് കൊടുക്കും. എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കും. ഇത് ചെയ്യുന്നത് രണ്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് അടുത്ത ഒരു വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഒരു എന്താ പറയുക, അത് നമ്മൾ ട്രൈ ചെയ്യണം. ഇത് പരാജയപ്പെട്ടു, ഇനി എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് ചിന്തിക്കാതെ അടുത്ത ഒരു ഇതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റാണെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ എല്ലാവരും ചെയ്യണം കേട്ടോ. നമ്മൾ കുട്ടികളെ ജയിക്കുന്നതും പരാജയമൊക്കെ ലൈഫിലൊരു പാർട്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം മുന്നോട്ട് വലുതാവുമ്പോഴും അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചാലും അവർക്കത് ബോധർ ചെയ്യത്തില്ല അധികം. അപ്പം അങ്ങനെ ഒരു ഇത് നിങ്ങൾ കൊണ്ടുവരണം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു ഹാപ്പി ഹോർമോൺസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എങ്ങനെ കുട്ടികളിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പെട്ടെന്ന് ഓർക്കാനൊരു ഡോസ്, നമ്മൾ ഡെയിലി ഡോസ് എടുക്കുക. നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു മെൻ്റൽ ഹെൽത്തി നല്ലതായിട്ടിരിക്കാൻ കുട്ടികളുടെയൊക്കെ ഇത് വലിയവർക്കും സെയിം തന്നെയാണെങ്കിലും കുട്ടികളുടെ കാര്യം പറയണോണ്ട് പറയുകയാണ്. ഡെയിലി ഡോസ് നമ്മൾ ഈ ഹാപ്പി ഹോർമോൺസ് പ്രൊമോട്ട് ചെയ്യാൻ ഡെയിലി ഡോസ് ആയിട്ട് നമ്മളിത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. ഡോസ് എന്ന് പറയുമ്പോൾ ഹാപ്പി ഹോർമോൺസ് 4 തരമാണ്. 4 ഹാപ്പി ഹോർമോൺസ് ഡോസ്. നിങ്ങൾ DOSC എന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി. ഡോപ്പമീൻ, ഓക്സിറ്റോസിൻ, സിറോട്ടോണിൻ ആൻഡ് എൻഡോർഫിൻസ്. ഇത്തരത്തിലുള്ള 4 ഹാപ്പി ഹോർമോൺസാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോൺസ് റിലീസ് ചെയ്യുകയും നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയാക്കി വയ്ക്കാനും നമ്മുടെ മൂഡൊക്കെ നല്ല കറക്റ്റായിട്ടൊക്കെ ഇരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡോസിൽ ഡോപ്പാമിൻ എന്ന് പറയുന്നത് റിവാർഡ് കെമിക്കൽ ഹോർമോൺ എന്ന് തന്നെ പറയും കേട്ടോ. അതിന് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു ഹാപ്പിനെസ്, നമുക്കൊരു അച്ചീവ് ചെയ്തു നമുക്കൊരു തോന്നലുണ്ടായി, നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ ഈ ഹോർമോൺസ് റിലീസ് ചെയ്യും.
നമുക്ക് ഭയങ്കരമായിട്ട് മെൻ്റലി നമ്മൾ ഹാപ്പി ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. ഭയങ്കരമായിട്ടൊരു ഹാപ്പി ഹോർമോൺസ് ഈ ഡോപ്പമിൻ അവിടെ റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഡെയിലി ആയിട്ട് അതിൻ്റെ പ്രായത്തിനനുസരിച്ച് ചെറിയ ചെറിയ ടാസ്കുകൾ ഏൽപ്പിക്കാം. ചെറിയ കുട്ടിയാണെങ്കിൽ ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കാൻ, കിടന്ന് നീറ്റുകൊണ്ട് ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കാനായിട്ട്, ബെഡ് വിരിച്ചിടാനായിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ അടുക്കി വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ മക്കളാണെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ ഡെയിലി നിങ്ങൾ ചെറിയ ചെറിയ ടാസ്ക്, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഞങ്ങൾ പഠിച്ചു തീർക്കും, അല്ലെങ്കിൽ ഒരു പാട്ട് നമ്മൾ പഠിച്ചു തീർക്കും, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ കുട്ടികളിൽ ഏൽപ്പിക്കുക. അപ്പോൾ ആ ടാസ്ക് അച്ചീവ് ചെയ്യുമ്പോൾ ഇവർക്ക് മെൻ്റലി ഭയങ്കര ഒരു ഹാപ്പിനെസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഡോപ്പമിൻ കൊണ്ട് നമ്മൾ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് ഇത്തരം ടാസ്ക് അച്ചീവ് ചെയ്യുമ്പോഴും. അതുപോലെ തന്നെ ഈ സെൽഫ് കെയറൊക്കെ ചെയ്യും. നമ്മൾ സെൽഫ് കെയറിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പലതരത്തിൽ കേൾക്കുന്നുണ്ട് അല്ലേ. സെൽഫ് കെയറൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടും ഈ ഹോർമോൺസ് റിലീസ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സെൽഫ് കെയറും കുട്ടികളിൽ ചെറുപ്പത്തിലെ നമ്മളെങ്ങനെയൊക്കെയാണ് സെൽഫ് കെയർ ചെയ്യേണ്ടതെന്ന് കുട്ടികളിൽ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമതായിട്ട് ഓക്സിറ്റോസിൻ, അതാണ് ലവ് ഹോർമോൺ എന്നാണ് ഓക്സിറ്റോസിനെ പറയുന്നത്. നമ്മുടെ ഒരു ടച്ച്, നമ്മളുടെ ഒരു ഹഗ് ഒക്കെ കൊണ്ട് ഈ ഹോർമോൺ ധാരാളമായി റിലീസ് ചെയ്യുന്നു. ഇത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളെ മക്കളെ ഒരു ദിവസം മിനിമം 3 പ്രാവശ്യമെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കുക. അത് അവരിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കെട്ടിപ്പിടിക്കാം നിങ്ങളെ മക്കളെ. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ, സ്കൂൾ വിട്ട് വരുമ്പോൾ, രാത്രി കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്കൊരു ഹഗ് കൊടുത്തിട്ട് അവർ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് മെൻ്റലി നമ്മളുടെ ഒരു ബോണ്ടിങ്, പാരൻസും കുട്ടികളുമായിട്ടുള്ള ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യും. അവർക്ക് മാനസികമായിട്ടും ഭയങ്കര ഒരു കോൺഫിഡൻസും സന്തോഷമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഹഗ്ഗിങ്ങിലൂടെ ഈ ഓക്സിറ്റോസിൻ റിലീസാവും. നമ്മൾ ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്നൊരു സിനിമ കാണുമ്പോൾ, ഒരു ഫാമിലിയായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, നിങ്ങൾ ഡെയിലി 3 മീൽ 4 മീലൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒരു മീലെങ്കിലും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരുമിച്ച് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും പുറത്തു പോവുക, ബീച്ചിലോ പാർക്കിലോ ഒക്കെ ഒരുമിച്ച് പോയി. ഇത്തരത്തിലൊക്കെ നമ്മൾ അഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺസ് റിലീസാവുന്നത്. അപ്പോൾ അത് വഴി നമുക്ക് കുട്ടികൾക്ക് കുറച്ചും കൂടെ സന്തോഷവും ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് സിറോട്ടോണിൻ എന്ന് പറയുന്നത് ഗുഡ് മൂഡ് ഹോർമോൺ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ മൂഡിനെ നല്ലോണം നല്ലൊരു മൂഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കുട്ടികളെ നേച്ചറിലേക്ക് കുറച്ച് സമയം വിടുക. അത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഹറി ബറി എന്ന് പറഞ്ഞ് നമ്മൾ ഇതിലേക്ക് പോവാതെ, സ്കൂൾ പോകുന്നതിൻ്റെ അതിൻ്റെ ഒരു തിടുക്കമാവാതെ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് നേച്ചറിൽ നമ്മുടെ മുറ്റത്തൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അവിടെയൊക്കെ കുട്ടികളെ കുറച്ച് നടക്കാനായിട്ട് വിടുക. കുറച്ച് സൺലൈറ്റ്, ഇളം വെയിലൊക്കെ കൊള്ളാനായിട്ട് അനുവദിക്കുക. അപ്പോൾ കുട്ടികളുടെ മൈൻഡ് ഒന്ന് കാമാവും. രാവിലെ നല്ല ഫോക്കസൊക്കെ കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ നേച്ചറിലേക്ക്, അല്ലെങ്കിൽ പുറത്തൊന്നും പോകാൻ പറ്റില്ല, നമ്മുടെ മുറ്റത്തൊക്കെ കുട്ടികളെ ചെടി ഒക്കെ വച്ചിരിക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഒന്ന് അവരുമായിട്ടൊന്ന് നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചെറിയ വാക്ക്, മോർണിംഗ് വാക്കോ ഈവനിങ് വാക്കോ ഒക്കെ ചെറുതായിട്ടൊന്നൊക്കെ ഒരു നടക്കാനൊക്കെ പോവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ മെഡിറ്റേഷൻ, കുട്ടികൾക്ക് മെഡിറ്റേഷൻ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് മെഡിറ്റേഷൻസൊക്കെ അവൈലബിൾ ആണ്. കുട്ടികളെ മെഡിറ്റേഷൻസ്, പ്രാണായാമം പോലത്തുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അതുവഴി ഈ സിറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺസ് റിലീസാവുകയും കുട്ടികളുടെ മൂഡൊക്കെ നല്ല ഇതാക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മെഡിറ്റേഷൻ ചെയ്യാം, നേച്ചറിലേക്ക് പോകും, സൺ ആയിട്ട് കുറച്ച് നേരം നിൽക്കാം, എക്സ്പോസ് ചെയ്യാം, ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ ചെയ്യാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് സിറട്ടോണിൻ ഇൻക്രീസ് ആവും. അടുത്തതായിട്ട് പറയുന്നതാണ് എൻഡോർഫിൻസ്. വിട്ടുപോയി, സിറട്ടോണിൻ ഇൻക്രീസ് ആവുന്ന ഒരു മെയിനായിട്ടുള്ളൊരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ സാധനമാണ് ഫിസിക്കൽ എക്സസൈസ്. നമ്മൾ ഫിസിക്കലായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ സിറട്ടോണിൻ എന്ന ഹോർമോൺ ധാരാളമായിട്ട് ശരീരത്തുണ്ടാവും. അപ്പോൾ അത് ഉൽപ്പാദിക്കുമ്പോൾ ഈ സിറട്ടോണിൻ്റെ അളവ് കൂടുമ്പോൾ അതൊരു ഹാപ്പി ഹോർമോണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെൻ്റലി നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന വഴി നമുക്ക് മെൻ്റൽ ഹെൽത്തും നല്ല രീതിയിലാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ലാസ്റ്റായിട്ട് എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഹോർമോൺ പെയിൻ റിലീവർ ഹോർമോൺ എന്നാണ് പറയുന്നത്. നമ്മളൊരു ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണ്, നമുക്കൊരാശ്വാസം കിട്ടുമോ ഇല്ലയോ, നമുക്ക് ദേഹത്തിലെ വേദനയൊക്കെ ഒന്ന് മാറി, അപ്പോൾ നമുക്ക് ഈ ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ, സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുട്ടികളെ ദേഹം കഴുകി, തലയിൽ പച്ചവെള്ളം ഒഴിക്കുന്നതാണ് നല്ല, ദേഹത്ത് ചൂടുവെള്ളം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം, എന്നാൽ നമ്മളൊരു ചെറിയ ഹോട്ട് ബാത്ത്, ഒരു വാം വാട്ടറിൽ ബാത്ത് ചെയ്യുക. ഇതൊക്കെ വഴി നമുക്ക് ഒരു പെയിൻ റിലീവറും നമുക്കൊരു
നല്ലൊരു മൂഡുണ്ടാവാനും നല്ലൊരു ഹാപ്പി ആയിരിക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യത്തില്ലേ, ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടി ഭയങ്കരമായിട്ട് ചിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺസ് ധാരാളമായി റിലീസ് ചെയ്യും. നമ്മൾ നല്ലൊരു പാട്ട് കേൾക്കുകയാണ്, നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഒരു പെയിൻ റിലീവ് ചെയ്യാനായിട്ട് നമുക്കൊരു ആശ്വാസം കിട്ടുന്നതായിരുന്നു. അപ്പോൾ ഈ എൻഡോർഫിൻ റിലീസ് ചെയ്യുമ്പോൾ കുട്ടികളെയൊക്കെ ഡെയിലി കുറച്ച് പാട്ടൊക്കെ കേൾപ്പിക്കുക, അവരുടെ അടുത്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഹോർമോൺസൊക്കെ റിലീസാവുകയും കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തൊക്കെ കുറച്ചൊന്ന് നന്നാവുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളെ ഡെയിലി കളിക്കാനായിട്ട് വിടുക കേട്ടോ. ഔട്ട്ഡോർ ഗെയിംസ് ആണെങ്കിൽ ഔട്ട്ഡോർ നിങ്ങളതൊന്ന് പ്ലാൻ ചെയ്യുക. ഒരു ദിവസം ഔട്ട്ഡോർ ഗെയിമായിട്ട് കുട്ടിക്ക് കൊടുക്കുക, ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ക്രാഫ്റ്റിനും ഡ്രോയിങ്സും കളറിങ് അങ്ങനെ ഒരു ദിവസം ഫിക്സ് ചെയ്യുക. ഒരു ദിവസം ഇൻഡോറായിട്ട് ബോർഡ് ഗെയിംസ്, ഒരുപാട് ബോർഡ് ഗെയിംസ് ഉണ്ട്, ലൂഡോ, ചെസ്സ്, അതുപോലത്തുള്ള ക്യാരംസ്, അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ഈ ഗെയിം, നിങ്ങൾ ക്രാഫ്റ്റ് ഗെയിം അല്ലെങ്കിൽ നമുക്കൊരു ഹോബി, നമ്മൾ പാട്ട് വേണമെങ്കിൽ പാട്ടിന് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ്, ഓരോ വീക്കിൽ ഓരോ ആഴ്ച ഓരോ ദിവസവും നിങ്ങൾ കുട്ടികളുടെ ഒരു ഹോബി, നമ്മൾ തന്നെ നമ്മുടെ പാരൻസിന് അറിയാമായിരിക്കില്ല കുട്ടിക്ക് എന്തിനാണ് താല്പര്യമുള്ളതെന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹോബിയും കൂടെ അവർക്ക് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത്, അപ്പോൾ അവർക്ക് ഈ പഠനം എന്നുള്ളത് മാത്രമല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ കൂടെ അവർ പോകുമ്പോൾ അവർക്ക് ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറയുകയും നല്ലൊരു മെൻ്റൽ ഹെൽത്ത് നല്ലൊരു ഇതായിട്ട് മാറുകയും ചെയ്യും കേട്ടോ. കുട്ടികളിലെ എന്തെങ്കിലും ഒരു ഹോബി, അവർക്ക് ഇഷ്ടമുള്ളൊരു ഹോബി ഡെയിലി ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. ഗെയിംസ് മസ്റ്റായിട്ടും കുട്ടികൾക്ക് കൊടുക്കുക, ഔട്ട്ഡോർ ഗെയിംസ്, ഇൻഡോർ ഗെയിംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ്സ്, അത് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഓരോ ദിവസമായിട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് വളരെയധികം നല്ലതാകും കേട്ടോ. എപ്പോഴും പഠനം എന്നുള്ള ഫോക്കസ് ചെയ്യാതെ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഡൈവേർട്ട് ആകുമ്പം കുട്ടികൾക്ക് ശ്രദ്ധ പോവുകയും അപ്പോൾ അവർക്ക് ആ മെൻ്റൽ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കുറയുകയും നല്ല മെൻ്റലി ഹെൽത്തി ആയിരിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളിൽ ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.